Hi friends, welcome to my channel. Let's discuss the topic tag questions. Tag questions is very important for your examination, which is repeatedly asking ഒരു ക്വസ്റ്റ്യൻ 1 or 2 ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് പാർട്ട് 1 ഇംഗ്ലീഷ് എക്സാമിനേഷൻ എഴുതുന്ന ഗ്രാമറിൻ്റെ സ്റ്റുഡൻസിന് മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ടാഗ് ക്വസ്റ്റ്യൻസ്. സംടൈംസ് അത് 1 മാർക്ക് ആവാം ഓർ 2 മാർക്സ് ആവാം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന, മാർക്സ് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഈ 10 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ആൻഡ് ഇതൊരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനേഷന് മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ലെറ്റ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീനിങ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് യു ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്, യു ജസ്റ്റ് റൈറ്റ് ദ ആൻസർ ഷാൾ വി. ഓക്കെ, അപ്പോൾ ഈ ലെറ്റ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഓർ ലെറ്റ്സ് പ്ലേ സം ഗെയിം, ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരേ ഒരു ആൻസറേ വരുന്നുള്ളൂ, ഷാൾ വി എന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഐ ആം എ ഗുഡ് സിംഗർ. അപ്പോൾ നിങ്ങൾ അറ്റ് ഫസ്റ്റ് ടാഗ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അറ്റ് ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിൻ്റെ സബ്ജക്റ്റ് ഏതാ, സബ്ജക്റ്റ് നൗൺ ആണോ പ്രൊനൗൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്കറിയാം ഐ എന്ന് പറയുന്നത് പ്രൊനൗൺ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഇൻ പൊസിഷൻ പ്രൊനൗണാണ് ഐ എന്ന് പറയുന്നത്. സോ പ്രൊനൗൺ ആണ് ടാഗ് ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് എങ്കിൽ, pronoun ആണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് എങ്കിൽ, ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ pronoun, the same pronoun is repeated as the subject of the tag. അല്ലേ, pronoun ആണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് എങ്കിൽ ആ സെയിം pronoun ടാഗ് ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യും എന്നുള്ള റൂള് ടാഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഇവിടെ ഐ എന്നുള്ളത് pronoun, സോ ടാഗ് ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് ഐ തന്നെയാണ്. നെക്സ്റ്റ് ഐ ആം എ ഗുഡ് സിംഗർ. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് നോക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നെഗറ്റീവ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല, സോ അത് പോസിറ്റീവാണ്. സോ നമ്മൾ ഓക്സിലറിയോട് കൂടി നോട്ട് ചേർക്കുന്നു, ആം പ്ലസ് നോട്ട് ഈക്വൽ ടു ആറിൻറ്റ്. ഓക്കെ, സോ ആറിൻറ്റ് ഐ എന്ന ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഐ ആം നോട്ട് എ ഗുഡ് സിംഗർ. സോ നെഗറ്റീവ് വേർഡ് ഉണ്ട്, നോട്ട് എന്ന്, നെവർ, നൈദർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ഫ്യൂ, സെൽഡം, ലിറ്റിൽ, ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് വേർഡ് ഇവിടെ ഉണ്ടല്ലോ നോട്ട് എന്ന്, സോ നമ്മൾ എഴുതുന്ന ടാഗ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആയിരിക്കണം. സോ ആൻസർ ഈസ് ആം ഐ. നെക്സ്റ്റ് ഈസ് നോബഡി നോസ് ദി ട്രൂത്ത്. നോബഡി, എവരിബഡി, നോ വൺ, എവരി വൺ, സമ്മൺ, എനിബഡി, ഇങ്ങനെ വരുന്ന വേർഡ്സ് ആണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് എങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് എന്തായിരിക്കണം? ദേ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഉണ്ട് നോബഡി നോസ് ദ ട്രൂത്ത് എന്ന ഡസ്സാണ് വരുന്നത് അല്ലേ. നോസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് നോ, ഡസ് കിട്ടി, സെൻറ്റൻസ് നെഗറ്റീവാണ്, സോ നമ്മൾ എഴുതുന്ന പോസിറ്റീവ് ആയിരിക്കണം. നമ്മളെല്ലാവരും ഡസ് ദേ എന്ന് എഴുതും, പക്ഷേ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്, സോ നമ്മുടെ ആൻസർ ഈസ് ഡു ദേ. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. ബാർക്കിംഗ് ഡോഗ്സ് പ്ലൂറലാണ്, ദേ, സെൽഡം നെഗറ്റീവ്, ബൈറ്റ് എന്ന് വെർബ് ഡു ഫോം, so answer is do they. No one is there. No one is there. No one വന്നാൽ ടാഗ് ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് എന്തായിരിക്കണം? ദേ ആയിരിക്കണം, ഈസ് ദെയർ എന്ന്. ഓക്കെ, സോ ആൻസർ ഈസ് ആർ ദേ. ആർ ദേ. എ ഫ്യൂ ഗേൾസ് നോ ഹിസ് ഹൗസ് എന്ന്. ഓക്കെ, എ ഫ്യൂ ഗേൾസ് നോ ഹിസ് ഹൗസ്. എ ഫ്യൂ ഗേൾസ് എന്ന് വന്നു, സോ സബ്ജക്റ്റ് ഈസ് ദേ. നോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, നോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് നോയാണ്, സോ ഓക്സിലറി ഈസ് ഡു. സെൻറ്റൻസ് എ ഫ്യൂ ഈസ് പോസിറ്റീവ്, സോ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ്, സോ അവർ ടാഗ് ക്വസ്റ്റ്യൻ ഇസ് നെഗറ്റീവ്. ആൻസർ ഈസ് ഡോണ്ട് ദേ. ഷീ സാങ് വെൽ. ഷീ ഈസ് pronoun third person singular pronoun, so the subject of the tag is she, and again there is no auxiliary verb in this sentence, so we have to split the main verb to auxiliary. Sang is V2, so did plus sing, so auxiliary is did. Our answer is didn't she. Why? Because
ഇവിടുത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ നമ്മൾ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറിയോട് കൂടി എന്ത് ചേർക്കുക? നോട്ട് ചേർക്കുക. സോ ആൻസർ ഈസ് ഡിഡിൻ ഷീ. യു വിൽ ഹാവ് സം ടീ. വിൽ പ്ലസ് നോട്ട്. കാരണം സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവാണ്. സോ വിൽ എന്ന് പറയുന്ന ഓക്സിലറിയോട് കൂടി നമ്മൾ നോട്ട് ചേർത്ത് ഓൺഡ് യു. ഓൺഡ് യു. ദേ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ്. റെയർലി ഈസ് നെഗറ്റീവ്. സോ അവർ ആൻസർ മസ്റ്റ് ബി പോസിറ്റീവ്. ഓക്കെ. Pronoun they, subject, and there is no auxiliary in the sentence, so we have to split the main verb speak. Speak is V1, so do plus speak. Okay, so our answer is do they. Okay, it's very simple. ഞങ്ങൾ ക്ലാസ്സിൽ ഒത്തിരി ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതാ, റിവിഷൻസ് ചെയ്യുന്നതാ. സോ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഈസി ആയിട്ടായിരിക്കും ഈ ഒരു ടാഗ് ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് വരുന്നത്. 2 മാർക്സ് ഓർ 1 മാർക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ട് സ്കോർ ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ 1 മാർക്ക് എന്ന് വിചാരിച്ച് ഗ്രാമർ 1 മാർക്കല്ലേ, അങ്ങനെ ആരും തിങ്ക് ചെയ്യാൻ പാടില്ല. കാരണം ഓരോ 1 മാർക്ക് ചേരുമ്പോഴാണ് ഈ 75 മാർക്സിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ നിങ്ങൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പർ ഏത് തന്നെയാണ്? ഗ്രാമർ പേപ്പർ തന്നെയാണ്. സോ കീപ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. ഓക്കെ. സോ കീപ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. എക്സാം ഈസ് ഓൺ ഐ തിങ്ക് ജൂലൈ 10th ആണ്. സോ സ്റ്റുഡൻസ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസാണ്. നിങ്ങളുടെ അടുത്ത നെക്സ്റ്റ് മേഴ്സി ചാൻസ് 2025 മേഴ്സി ചാൻസ് ക്ലാസ്സസ് ആഫ്റ്റർ ജൂലൈ 10 ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഡീറ്റെയിൽസിന് കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. കമ്മിങ് ഡേയ്സിൽ നിങ്ങളുടെ അതർ ടോപ്പിക്സ് ഗ്രാമർ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.